ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലൊരു സീനാണ് കാണിക്കുന്നത്. ശങ്കർ മഹാദേവൻ ഗൗരിയും കൂടെ നമ്മുടെ കമലയിടത്തിനെ വീട്ടിൽ തന്നെ നിർത്തണം എന്ന് പറയുന്ന സമയത്ത് ശേഖരനും നമ്മുടെ രാധാമണി തങ്കച്ചിയും കൂടെ പറയുകയാണ് മഹാദേവനോട്, ഇങ്ങനെ പ്രാന്തമുള്ളവരെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന്. ആ സമയത്ത് മഹാദേവനും അത് തന്നെ പറയുകയാണ്, ഒരു കുഞ്ഞിനോ തരാൻ പറ്റിയില്ല, ഇനി പ്രാന്തും കൂടെയാണ് ഇവിടെ നിർത്താൻ പറ്റില്ല എന്നും പറഞ്ഞ് ഉള്ള ചർച്ച നടക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശങ്കർഭായി പറയുകയാണ്, ഇപ്പം അമ്മയ്ക്കാണ് വരുന്നതെങ്കിൽ അല്ലെ ശേഖരനാണ് വരുന്നത്, ഇപ്പോൾ അച്ഛനാണ് വരുന്നതെങ്കിൽ ഞാനിങ്ങനെ കൊണ്ട കളിയോ, അപ്പം നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശങ്കർഭായി ഇവരെ കൺവിൻസ് ചെയ്യാൻ നോക്കുവാണ്. അതേ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് വരുന്ന ഗംഗ ഈ ശങ്കറിൻ്റെ ഈ ഐഡിയ കേട്ട് കൈകൊട്ടി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അത് തന്നെയാണ് വേണ്ടത്, ശരീരത്തിന് അസുഖം വരുന്ന പോലെ തന്നെയാണ് മനസ്സിന് വരുന്നതും, അത് നമ്മൾ കമലയിടത്തിനെ മാറ്റി നിർത്തുമല്ല വേണ്ടേ, ശങ്കരനും ഗൗരിയും പറഞ്ഞ പോലെ ചികിത്സിക്കുക വേണ്ടതെന്നൊക്കെ മഹാദേവനോട് പറയുകയാണ്. അപ്പം മഹാദേവൻ പറയുകയാണ്, മോക്ക് വേണ്ടി ഞാനിത് സമ്മതിക്കാം, ഇവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശേഖരനും പറയുന്നുണ്ട്, അത് ശരിയാണ് അച്ഛാ എന്ന് പറഞ്ഞ് പുള്ളി നൈസായിട്ട് പ്ലേറ്റ് മാറ്റുന്നുണ്ട് കേട്ടോ ഗൗരിയുടെ ശങ്കറിൻ്റെ ഒക്കെ മുമ്പിൽ നിന്ന്. അവരെല്ലാം അതിശയിപ്പിച്ചു പോവുകയാണ്. ഗംഗയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗംഗയുടെ ഒരു ചെറിയ ഇഷ്ടം നമ്മുടെ ശേഖരനുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പുള്ളി ഇത് ചെയ്യുന്നത്. ഇത് കണ്ട് രാധാമണി തങ്കച്ചി ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇവൻ എന്തുട്ടായി കാണിക്കുന്നതെന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. എന്നിട്ട് ശേഖരനും പറയുകയാണ്, നമുക്ക് ചികിത്സിക്കാമെന്ന്. ഇവരെല്ലാം ഇങ്ങനെ അത്ഭുതപ്പെട്ട് പോകുന്നുണ്ട് ഈ മാറ്റം കാണുമ്പോൾ. എന്നിട്ട് നമ്മുടെ മഹാദേവൻ പറയുകയാണ്, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചികിത്സിച്ചേക്കാം, ഇനി അതിൻ്റെ കുറവ് വേണ്ടെന്ന് പറഞ്ഞ് പുള്ളിയും സമ്മതം മൂളുവാണ്. എല്ലാവരും അവിടെ സന്തോഷമായിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതേ സമയത്ത് നമ്മുടെ ആദർശിൻ്റെ വീട്ടിൽ വേണി ആദർശനോട് പറയുകയാണ്, പയ്യെ വീൽ ചെയറിലോട്ടൊന്ന് തന്നെ ഇരുന്ന് നോക്കുകയെന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പയ്യെ ചെയ്യിപ്പിക്കുകയാണ്. ആദർശം ഒരു വിധത്തിൽ വേണിയുടെ സഹായത്തോടുകൂടി പിടിച്ച് കസേരയിൽ നിന്ന് വീൽ ചെയറിലോട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഇരുന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞ് വേണി പറയുകയാണ്, ഞാൻ ചുറ്റും ഓടി കളിക്കാം, ആദർശാണ് എന്നെ പിടിക്കുമെന്ന് പറഞ്ഞ് അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ പ്രൊഫസർ വരുവാണ്. പ്രൊഫസറിന് ഭയങ്കര സന്തോഷമൊക്കെ ആവുകയാണ്. എന്നിട്ട് പ്രൊഫസർ നമ്മുടെ ആദർശനോട് പറയുന്നുണ്ട്, എന്ത് കാശ് മുടക്കുകയാണെങ്കിലും മോനെ ഞാൻ ചികിത്സിക്കും, ഇത് അച്ഛൻ്റെ വെറും വാക്കല്ല, നീ ഇതിൽ തന്നെ ആയിരിക്കും നിൻ്റെ ലൈഫ് എന്നോർത്ത് അങ്ങനെ നീ തന്നെ സ്വയം അങ്ങ് തീരുമാനിക്കരുത്, നീ ട്രൈ ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആദർശനും ഒരുപാട് സന്തോഷവും ഒരു മോട്ടിവേഷനും ഒക്കെ ഫീൽ ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ പ്രൊഫസർ പറയുന്നത്, നിങ്ങൾ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേണിക്ക് സങ്കടം വരുവാണ്. വേണി ഓടിച്ചെന്ന് പ്രൊഫസറിൻ്റെ തോളി ചാരി കെട്ടിപ്പിടിച്ചിട്ടാണ് പ്രൊഫസർ എന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന ഒരു ഹോസ്പിറ്റൽ സീനാണ്. നമ്മുടെ ശങ്കറും ഗൗരിയും കൂടെ കമലയിടത്തിയുടെ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിനെ അടുത്ത് ചെന്നേക്കുവാണ്. പുള്ളിക്കാരിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കമലയിടത്തി പറയുന്നുണ്ട്, പുള്ളിക്കാരിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ആ കൂടെ ബുദ്ധിമുട്ടാണ്, കുഞ്ഞുങ്ങളെ കരച്ചിൽ കേൾക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, തുടർച്ചയായിട്ടുള്ള 5 അബോർഷനും പിന്നെ ഒരിക്കലും ഇനിയിപ്പോൾ കുട്ടികളുണ്ടാവില്ല എന്നുള്ള ഒരവസ്ഥയൊക്കെ കൊണ്ടായിരിക്കും പുള്ളിക്കാരി ഡിപ്രഷനിലോട്ട് മാറിയത്. നിങ്ങൾ നോർമൽ ഒരു വ്യക്തിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ട്രീറ്റ് ചെയ്യണം, ഒരുപാട് ഓവർ കെയർ കാണിക്കരുത്, അത് കമലയിൽ സൂയിസൈഡിൻ്റെ ടെൻഡൻസി ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഗൗരിയോടും ശങ്കറിനോടും പറയുന്നുണ്ട്, യൂട്രസ് റിമൂവലിന് ശേഷമല്ലേ ഇത്ര ഡിപ്രഷൻ തുടങ്ങിയത്, അന്ന് ഗൗരി എല്ലായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, ഗൗരി അപ്പോൾ അത് കൺസേൺ ഫോം സൈൻ ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗൗരി ഓർത്തിട്ട് പറയുകയാണ്, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, അടുത്ത ഏതെങ്കിലും ബന്ധുക്കളുടെ സമ്മതമില്ലാതെ ഒരു കൺസേൺ ഫോം അങ്ങനെ കൺസേൺ ഫോം കിട്ടാണ്ട് ഒരിക്കലും അവർ ആ സർജറി ചെയ്യുകയല്ലോ ഒരു ഹോസ്പിറ്റലും എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗൗരി പറയുകയാണ്, ഞാൻ ചെയ്തിട്ടില്ല, എനിക്കത് ഉറപ്പാന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്ടറിന് എന്തോ ഒരു സംശയം തോന്നിയിട്ട് നമ്മുടെ ഡോക്ടർ പറയുകയാണ്, ഓക്കെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു സ്കാനിങ്ങിൻ്റെയും കൂടെ കമലിനെ ഒരു തവണ സ്കാൻ ചെയ്യാനുള്ള ഒരു ഞാൻ എഴുതി തരാം, നിങ്ങളൊരു സ്കാനിങ് കൂടെ നടത്താൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഗൗരിയും ശങ്കറും ഇങ്ങനെ മുഖത്തോട് മുഖം പരസ്പരം നോക്കിയിരുന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.